ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി വേൾഡ് ഓഫ് CMA. ഇന്ന് നമ്മൾ റോയൽറ്റി എന്നുള്ള ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ റോയൽറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റോയൽറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അസറ്റ് അതിൻ്റെ ഓണറിന് നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ടാണ് റോയൽറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചോദിക്കും, അപ്പോൾ ഏതൊരു അസറ്റിൻ്റെ എന്തെങ്കിലും ഒരു അസറ്റുള്ള ഒരാൾക്ക് നമ്മൾ ചുമ്മാ കാശ് കൊടുക്കുന്നതിന് അതിനെ റോയൽറ്റി എന്ന് പറയുന്നത് അല്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ റോയൽറ്റിനെ കുറിച്ചൊക്കെ നല്ലൊരു, അല്ലെങ്കിൽ അക്കൗണ്ട്സിനെ കുറിച്ച് ഒരു നല്ലൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുത്തർ വന്ന് എന്നെ സമീപിച്ചു. XY ലിമിറ്റഡ് എന്നുള്ള പബ്ലിഷർ വന്ന് എന്നെ സമീപിച്ചു. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറയുവാണ്, എൻ്റെ ബുക്ക് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു എമൗണ്ട് ഒരു എമൗണ്ട് തന്നിരിക്കണം. ആ ഒരു എമൗണ്ട് അത് എത്രയെന്നുള്ളത് നമുക്ക് ഫിക്സ് ചെയ്യാം. ആ ഫിക്സ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിന്, അതായത് ഞാൻ എൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്, അതിന് പറയുന്നതാണ് എന്തു പറയണത്, റോയൽറ്റി എന്ന് പറയണത്. ഇപ്പോൾ മൈൻസ്, ക്വാറീസ് അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഓണർ തന്നെ പോയി എല്ലായിരിക്കുമല്ലോ അവിടെ കുഴിച്ചു നോക്കണത്, അല്ലേ, എല്ലാം എടുക്കണത്. നമ്മൾ അതിനുള്ള ബിസിനസ്സുകാർ വന്ന് അവരെ സമീപിച്ച് അത് എത്ര വർഷത്തേക്ക് ഒരു പാട്ടത്തിന്, പണയത്തിന് എന്നൊക്കെ പറയില്ലേ, ആ ഒരു പീരീഡിലേക്ക് എടുത്ത് വെക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഓണറിന് നമ്മളൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്, അല്ലേ. ആ എമൗണ്ടിനെയാണ് റോയൽറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം ഐഡിയ കിട്ടിക്കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് എന്തിൻ്റെ ബേസിസിലായിരിക്കും വരുന്നത്? ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ്റെ ബേസിസിലാവാം, അല്ലെങ്കിൽ അത് എത്ര സെയിൽ ചെയ്തു എന്നുള്ളതിൻ്റെ ബേസിസിലും ആവാം റോയൽറ്റി വരുന്നത്. ഇനി അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് മിനിമം റെൻ്റ് എന്നുള്ളത്. മിനിമം റെൻ്റ് എന്നുള്ളത്, ഇപ്പോൾ ഞാൻ ആ ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ പറയുവാണ്, ഇപ്പോൾ നിങ്ങൾ എത്ര വേണമെങ്കിലും പബ്ലിഷ് ചെയ്യും, പക്ഷേ എനിക്കൊരു മിനിമം ആയിട്ട് ഒരു വർഷം 1 lakh rupees മിനിമം റെൻ്റായിട്ട് തരണം, മിനിമം റോയൽറ്റി ആയിട്ട് തരണം എന്ന് പറയുവാണ്. അത് നിങ്ങൾ ഇപ്പോൾ എത്രയാണ് 1 lakh, 1 lakhൽ ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ നമ്മൾ സെയിൽ ഉണ്ടായത് ഇപ്പോൾ ഒരു 80,000 ആണ് നമുക്ക് വരുമാനം വന്നെങ്കിലും, പക്ഷേ എനിക്ക് എന്താണ് മിനിമം റെൻ്റ് 1 lakh തന്നേ പറ്റൂ. പക്ഷേ എന്നാൽ എനിക്കൊരു 1,50,000 ആണ് അവിടെ ആ പബ്ലിഷർക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ എത്ര തന്നാൽ മതി? 1 lakh തന്നാൽ മതിയോ? പറ്റില്ല. എത്ര തരണം? 1,50,000 തന്നെ എനിക്ക് തരണം. ഓക്കെ, അതായത് എത്ര കുറഞ്ഞു പോയാലും, ഇപ്പം ഞാൻ വെക്കണ ആ ഒരു മിനിമം റെൻറ്റിനേക്കാൾ കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ വരുമാനം കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിലും, പക്ഷേ എനിക്ക് ആ ഒരു മിനിമം റെൻറ്റ് തന്നെ തരണം. അതാണ് മിനിമം റെൻറ്റ് എന്നുള്ളത്. ആ ഒരു എത്ര കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ആ കിട്ടാനുള്ള എമൗണ്ട് ഒരു വർഷം അത് കിട്ടിയിരിക്കണം, ആ പീരീഡിൽ എനിക്ക് കിട്ടിയിരിക്കണം. അതിനെയാണ് മിനിമം റെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അത് കൂടുകയാണെങ്കിലോ, ഇത് മിനിമം റെൻ്റാണ്, എനിക്കത് മാക്സിമം അത്രയും മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലേ. മിനിമം റെൻ്റാണ്, മാക്സിമം വരുവാണെങ്കിൽ എനിക്ക് ആ എമൗണ്ട് എനിക്ക് വന്നിരിക്കണം. അതിനെയാണ് മിനിമം റെൻ്റ് എന്ന് പറയുന്നത്. മിനിമം റെൻറ്റിനെ തന്നെ ഡെഡ് റെൻറ്റ്, സർട്ടൈൻ റെൻറ്റ്, ഫിക്സഡ് റെൻറ്റ് എന്നുള്ള പല പേരിൽ അറിയപ്പെടുന്നു. ഡെഡ് റെൻറ്റ്, സർട്ടൈൻ റെൻറ്റ്, ഫിക്സഡ് റെൻറ്റ്, അങ്ങനെയുള്ള പല പേരിൽ അറിയപ്പെടുന്നു. ഇതിൽ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതേപോലത്തെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. സപ്പോസ് റോയൽറ്റി പെർ ടൺ ഓഫ് പ്രൊഡക്ഷൻ ഈസ് 10 ആൻഡ് ദ മിനിമം ആനുവൽ റെൻറ്റ് ഈസ് 4 lakh. മിനിമം റെൻറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്ര? 4 lakh എന്നാണ്. അതിൽ ഒരു റോയൽറ്റി എത്രയാണ്? ഒരു ടണ്ണിന് വേണ്ടിയിട്ട് 10 രൂപയാണ്. നൗ ദ ആക്ച്വലായിട്ട് പ്രൊഡക്ഷൻ എത്ര ഉണ്ടായി? 35,000 ഉണ്ടായി. 35,000 × 10 വരുമ്പോൾ 3,50,000 ആണ് ആക്ച്വലായിട്ടുള്ള റോയൽറ്റി കിട്ടിയത്. പക്ഷേ മിനിമം റെൻറ്റ് നമ്മൾ കരാറ് പ്രകാരം എത്രയാണ് വെച്ചിരിക്കുന്നത്? 4 lakh ആണ്. അപ്പോൾ 3,50,000 കിട്ടിയാലും എനിക്ക് എത്ര തരണം? 4 lakh തന്നെ തരണം. In this case, minimum rent of 4 lakh will have to be paid by the lessee. On the other hand, if the actual production 46,000 ton, then the actual royalty എത്രയായിരിക്കും? 46,000 × 10 എത്രയായിരിക്കും? 4,60,000. അപ്പോൾ മിനിമം റെൻറ്റ് എത്രയാണ്? മിനിമം റെൻറ്റിനേക്കാളും കൂടുതലാണ് വന്നത്, 4 lakhനേക്കാളും കൂടുതലാണ് വന്നത്, 4,60,000. അപ്പോൾ എനിക്ക് എത്ര തരണം? 4 lakh തന്നാൽ മതിയോ? ഇല്ല. എത്ര തരണം? 4,60,000 തന്നെ തരണം. In this case, 4,60,000 will have to be paid by the lessee. ഓക്കെ,
ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓണർ ഓഫ് ദ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാനാണ് പബ്ലിഷ് ചെയ്യാനായിട്ട് കൊടുത്തത്, എന്നെയാണ് ആ ബുക്കിൻ്റെ ഓണർ എന്ന് പറയണത് അല്ലേ. ഇപ്പം മൈൻ ക്വാറീസ് അതൊക്കെ ഉള്ളത് ആരുടെ പേരിലാണോ അവരെയാണ് ഓണർ എന്ന് പറയണത്. ഇനി അത് അതർ പാർട്ടി ആരായിരിക്കും? ഇപ്പം എൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ അത് പബ്ലിഷർ ആയിരിക്കാം, അല്ലെങ്കിൽ ലൈസൻസിന് എടുത്തവരായിരിക്കും, ലൈസൻസി എന്ന് പറയും, അല്ലെങ്കിൽ ലെസ്സി എന്ന് പറയും, അതർ പാർട്ടീന. ഓക്കെ, അപ്പോൾ മിനിമം റെൻറ്റിൻ്റെ വേറെ പേരൊക്കെയാണ് ഡെഡ് റെൻറ്റ്, സർട്ടൈൻ റെൻറ്റ്, ഫിക്സഡ് റെൻറ്റ്. ഇനി ഷോർട്ട് വർക്കിംഗ് അല്ലെങ്കിൽ റെഡീമബിൾ ഡെഡ് റെൻറ്റ്. ഷോർട്ട് വർക്കിംഗ് അല്ലെങ്കിൽ റെഡീമബിൾ ഡെഡ് റെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഷോർട്ട് വർക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ പറഞ്ഞതിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം. 4 lakh മിനിമം റെൻറ്റ് പറഞ്ഞു, പക്ഷേ എത്രയാണ്? 3,50,000 എനിക്ക് ആ വർഷം വന്നോളൂ. അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായത്? ഷോർട്ട് വർക്കിംഗ് ആണ് ഉണ്ടായത്. എത്ര രൂപ ഷോർട്ട് വർക്കിംഗ് ആണ്? 50,000 ഷോർട്ട് വർക്കിംഗ് ആണ് ഉണ്ടായത് അല്ലേ. മിനിമം റെൻറ്റിനേക്കാളും കുറവാണ് ആക്ച്വൽ റോയൽറ്റി. അങ്ങനെയുള്ള കേസസിലാണ് എന്ത് പറയണത്? ഷോർട്ട് വർക്കിംഗ് എന്നുള്ളത് അങ്ങനെയുള്ള കേസസിലാണ് പറയുന്നത്. ഇനി എക്സസ് എന്നുള്ളത് എന്താണ്? എക്സസ് വർക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്? സെക്കൻഡ് പറഞ്ഞ കേസ്, അതായത് 4,60,000 ആയിട്ട് ആക്ച്വൽ ഉണ്ടായി, എനിക്ക് 4 lakh കൊടുത്താൽ മതി. അവിടെയാണ് എക്സസ് വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഷോർട്ട് വർക്കിംഗ് എന്ന് വെച്ചാൽ മിനിമം റെൻറ്റിനേക്കാളും കുറവായിട്ട് വരുന്നിടത്താണ് ഷോർട്ട് വർക്കിംഗ് വരുന്നത്. മിനിമം റെൻറ്റിനേക്കാളും കൂടുതലായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? എക്സസ് വർക്കിംഗ് എന്ന് പറയും. ഇത് ചുമ്മാ കേട്ട് പോകരുത്. ഇതിലൂടെയാണ് പ്രോബ്ലം എല്ലാം ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ ഓരോ ടേമും നമ്മൾ ശരിക്കും മനസ്സിലാക്കി പോകണം. എന്നാൽ മാത്രമേ പ്രോബ്ലത്തിൽ അത് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂസ് ആവും. ഇതെന്താണെന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ വരും ആ പ്രോബ്ലത്തിലോട്ട് വരുമ്പോൾ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഈ തിയറി, അതായത് ഓരോ ടേമും എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണത്. ഓക്കെ, അതൊരിക്കലും വിട്ട് കളഞ്ഞിട്ട് പ്രോബ്ലം നോക്കിയിട്ടുണ്ടെങ്കിൽ കൺഫ്യൂസ് ആവുകയുള്ളൂ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഗ്രൗണ്ട് റെൻറ്റ്, സർഫേസ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു എ ഫിക്സഡ് ഇയർലി ഓർ ഹാഫ് ഇയർലി റെൻറ്റ് പേയബിൾ ബൈ ദ ലെസ്സി ടു എ ലാൻഡ് ലോഡ് ഇൻ അഡീഷൻ ടു എ മിനിമം റെൻറ്റ്. മിനിമം റെൻറ്റ് പോകെ ലെസ്സി ലാൻഡ് ലോഡിന് ഓണർക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ്. അത് ഹാഫ് ഇയർലി ആവാം, ഫിക്സഡ് ഇയർലി ആവാം. അതെങ്ങനെയാണോ അവർ ഫിക്സ് ചെയ്തേക്കണം അങ്ങനെ മിനിമം റെൻറ്റ് പോകെ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് പറയുന്നത് ഗ്രൗണ്ട് റെൻറ്റ് അല്ലെങ്കിൽ സർഫേസ് റെൻറ്റ് എന്ന് പറയുന്നത്. റീകൂപ്മെൻറ്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞു എന്താണ്? 4 lakh ഉള്ളിടത്ത് എനിക്ക് എന്താണ്? 3,50,000 ആക്ച്വൽ റോയൽറ്റി വന്നോളൂ. അപ്പോൾ 50,000 എന്താണ്? ഷോർട്ട് വർക്കിംഗ് ആണ്. ആ ഷോർട്ട് വർക്കിങ്ങൾ ഞാൻ എന്ത് ചെയ്യും? ഞാനിങ്ങനെ എടുത്തു വെക്കും. എന്തിനു വേണ്ടിയിട്ട്? ഞാനപ്പോൾ എക്സ്ട്രാ എൻ്റെ കയ്യിൽ നിന്നാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ. ആ 50,000 എപ്പോഴെങ്കിലും നമുക്ക് എക്സസ് വരുമ്പോൾ അതിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുത്തു വെക്കും. ആ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് എന്ത് പറഞ്ഞാൽ? റീകൂപ്മെൻറ്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ് എന്ന് പറയുന്നത്. ജനറലി ദ റോയൽറ്റി എഗ്രിമെൻറ്റ് കണ്ടെയ്ൻ എ പ്രൊവിഷൻ ഫോർ ക്യാരിങ് ഫോർവേഡ് ഓഫ് ഷോർട്ട് വർക്കിംഗ് വിത്ത് എ വ്യൂ ടു അഡ്ജസ്റ്റ് ഇൻ ഇറ്റ് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും അത് എന്താണ്? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ക്യാരി ഫോർവേഡ് ചെയ്ത് വെക്കും. ഇൻ ദ സബ്സിക്വൻറ്റ് ഇയർ സച്ച് വർക്കിംഗ് ഈസ് അഡ്ജസ്റ്റഡ് അഗേൻസ്റ്റ് ദ സർപ്ലസ് റോയൽറ്റി. സർപ്ലസ് റോയൽറ്റി വരുമ്പോൾ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ, ഷോർട്ട് വർക്കിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് കോൾഡ് റീകൂപ്മെൻറ്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ്. ഈ പ്രോസസ്സിനെയാണ് പറയുന്നത് റീകൂപ്മെൻറ്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ് എന്ന്. പിന്നെ അത് 2 തരത്തിലുണ്ട്. ഒന്ന് ഫിക്സഡ് റൈറ്റിലും ഉണ്ട്, ഫ്ലക്ച്വേഷൻ റൈറ്റിലും ഉണ്ട്. അതായത് ഫിക്സഡ് റൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുവാണ് ഒരു പീരീഡ് ഫിക്സ് ചെയ്യുവാണ്. അതായത് ഈ ഒരു 2 years അല്ലെങ്കിൽ 3 yearsനുള്ളിൽ മാത്രമേ ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന റീകൂപ്പ് ചെയ്യുന്ന ആ എമൗണ്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എന്താണ്? ഒരു 3 years നമ്മളൊരു പീരീഡ് ഫിക്സ് ചെയ്യുകയാണ്. ആ 3 yearsനുള്ളിൽ നമുക്ക് ഷോർട്ട് വർക്കിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 3 yearsനുള്ള ഷോർട്ട് വർക്കിംഗ്, ഇപ്പോൾ എനിക്ക് ഈ വർഷം ഒരു ഷോർട്ട് വർക്കിംഗ് വന്നിട്ടുണ്ട്, ആക്ച്വൽ റോയൽറ്റി മിനിമം റോയൽറ്റിനേക്കാളും കുറവായിട്ടാണ് വന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പീരീഡ് 3 വർഷമാണെന്നുണ്ടെങ്കിൽ ആ 3 വർഷത്തിനുള്ളിൽ എക്സസ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ആ 3 വർഷം പീരീഡിലും എനിക്ക് എക്സസോ റോയൽറ്റി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അത് അവിടെ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? റൈറ്റ് ഓഫ് ചെയ്ത് വരണം. അതിനാണ് ഫിക്സഡ് റൈറ്റ് എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് പീരീഡ് എടുത്തു വെച്ചിട്ടുണ്ടാവും, അതിനെയാണ് ഫിക്സഡ് റൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഫ്ലക്ച്വേറ്റിംഗ് റൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു പീരീഡും പറയുന്നില്ല. അത് നമുക്ക് എപ്പോൾ വരുന്നോ, അതായത് എപ്പോൾ നമുക്ക് എക്സസ് ആയിട്ട് എമൗണ്ട് വരുന്നോ അപ്പോൾ നമുക്ക്
അത് സെറ്റ് ഓഫ് ചെയ്യാം എന്നുള്ള ആ ഒരു ഇതിൽ വരുമ്പോഴാണ് അതിനെയാണ് എന്ത് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് റൈറ്റ് എന്ന്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് എഗ്രിമെൻറ്റ് ലെസ്സി ക്യാൻ റീകൂപ്പ് ഷോർട്ട് വർക്കിംഗ് ഓഫ് എനി ഇയർ ഡ്യൂറിംഗ് ദ നെക്സ്റ്റ് ഫോളോയിങ് ഇയർ. ഫോർ എക്സാമ്പിൾ, ഷോർട്ട് വർക്കിംഗ് ക്യാൻ ബി റീകൂപ്ഡ് ഇൻ ദ ഇയർ സബ്സീക്വൻറ്റ് ടു ദ ഇയർ ഓഫ് ഷോർട്ട് വർക്കിംഗ്. പിന്നെ സ്ട്രൈക്ക് ലോക്കൗട്ട്. സ്ട്രൈക്ക് ലോക്കൗട്ട് എന്നുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് മിക്ക ക്വസ്റ്റ്യനിലും ഉള്ളതാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രൈക്ക് ലോക്കൗട്ട്, ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രൈക്ക് ഉണ്ടാവുകയാണ്, ഒരു ലോക്കൗട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ മിനിമം റോയൽറ്റി തന്നെ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം അത്രയും ദിവസം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു വർക്ക് നിർത്തി വെച്ചിരിക്കുകയായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ മിനിമം റോയൽറ്റി അത് തന്നെ കൊടുക്കണം. എനിക്കിപ്പോൾ 1 lakh തരണമെന്ന് ആ 1 lakh തന്നെ തരണം എന്നുള്ളത് എനിക്കും ഇത് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. ഞാനും അങ്ങനെ കമ്പൽ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ആ സ്ട്രൈക്ക് പീരീഡിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഒരു പീരീഡ് പറഞ്ഞിട്ട്, അപ്പം ഇപ്പോൾ എനിക്ക് 1 മാസമാണ് 2 മാസമാണ് സ്ട്രൈക്ക് പീരീഡ് എന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് തരേണ്ട എമൗണ്ട് 1 lakh ആണെന്നുണ്ടെങ്കിൽ ആ 1 lakh ആണ് ഒരു വർഷം ഞാൻ മിനിമം റെൻ്റായിട്ട് ആവശ്യപ്പെട്ടെങ്കിൽ ആ 1 lakh ഡിവൈഡഡ് ബൈ 12 ഇട്ടിട്ട് എത്ര മാസമാണോ സ്ട്രൈക്ക് ഉണ്ടായത് ആ സ്ട്രൈക്ക് പീരീഡിന് എടുത്ത് ആ 1 lakh മൈനസ് ചെയ്യാം. ആ 1 lakh മൈനസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടണത് മാത്രം എനിക്ക് എന്തായിട്ട് എടുത്താൽ മതി, മിനിമം റെൻ്റായിട്ട് ആ സ്ട്രൈക്ക് ഉള്ളപ്പോൾ ലോക്കൗട്ട് ഉള്ളപ്പോൾ എന്താണ് കൊടുത്താൽ മതി. അതാണ് സ്ട്രൈക്ക് ആൻഡ് ലോക്ക് പീരീഡിൻ്റെ. If an agreement so provided, the minimum rent may be proportionately reduced in the event of strike and or lockout. So special entry is required for the sum except the adjustment of minimum rent for that particular year. ഇനി journal entry ആണ്. journal entry ഓക്കെ നോക്കിയാലോ, ഓക്കെ അല്ലെങ്കിൽ ഓക്കെ. where the actual royalty is less than minimum rent. ആക്ച്വൽ റോയൽറ്റി ഈസ് ലെസ് ദാൻ മിനിമം റെൻറ്റ്. മിനിമം റെൻറ്റിനേക്കാൾ ആക്ച്വൽ റോയൽറ്റി ലെസ്സായിട്ട് വരുമ്പോൾ എന്താണ് അതിനെ പറയണത്, ഷോർട്ട് വർക്കിംഗ് എന്നാണ് പറയണത്. ഓക്കെ, ഷോർട്ട് വർക്കിംഗ്. അപ്പോൾ എങ്ങനെ എഴുതും എൻട്രി, റോയൽറ്റി അക്കൗണ്ട് അറ്റ് ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് അറ്റ് ടു ലാൻഡ് ലോഡ്. റോയൽറ്റി അക്കൗണ്ട് അറ്റ് ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് അറ്റ് ടു ലാൻഡ് ലോഡ്. ഇനി എന്ത് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, അതിന് ലാൻഡ് ലോഡ് അക്കൗണ്ട്, ലാൻഡ് ലോഡിൻ്റെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ബാങ്കിലേക്ക് കൊണ്ട് ഡെപ്പോസിറ്റ്. അപ്പോൾ ലാൻഡ് ലോഡ് അക്കൗണ്ട് ടു ബാങ്ക് ടു TDS എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് എന്ന് എഴുതും. മാനുഫാക്ചറിങ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു റോയൽറ്റി അക്കൗണ്ട്. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആക്ച്വൽ റോയൽറ്റി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ if the user is a manufacturer and royalty are calculated on the basis of production, the actual royalty are debited to manufacturing account. Where royalty are calculated on the basis of sale, they are debited to profit and loss account. In the case of limited company which does not prepare manufacturing account separately, the actual royalty are debited to P&L account. അങ്ങനെയുള്ള കേസസിൽ എന്ത് ചെയ്യും, P&L അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുന്ന ആക്ച്വൽ റോയൽറ്റി. ആൻഡ് ദേ ആർ ഷോൺ ഇൻ പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് സെക്ഷൻ ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ്. ഷോർട്ട് വർക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്, മിനിമം റെൻറ്റ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ റോയൽറ്റി പ്ലസ് ഷോർട്ട് വർക്കിംഗ്. മിനിമം റെൻറ്റ് എത്രയാണോ അതെങ്ങനെ കിട്ടുന്നത്, ആക്ച്വൽ റോയൽറ്റി എത്രയാണോ അതും ഷോർട്ട് വർക്കിംഗ് കൂടി കൂട്ടിയാലാണ് മിനിമം റെൻറ്റ് കിട്ടുന്നത് അല്ലേ. ഇനി വേർ ദ ആക്ച്വൽ റോയൽറ്റി ഈസ് മോർ ദാൻ ദ മിനിമം റെൻറ്റ്, അത് വരുമ്പോൾ ഇങ്ങനെ ഒരു റോയൽറ്റി പേയബിൾ അക്കൗണ്ട് ടു ലാൻഡ് ലോഡ് അക്കൗണ്ട് എന്ന് വരും. അവിടെ ഷോർട്ട് വർക്കിംഗ് ഇല്ല, എന്താണ്, മോറാണ്, മിനിമം റെൻറ്റിനേക്കാൾ കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്, എക്സസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റോയൽറ്റി അക്കൗണ്ട് ടു ലാൻഡ് ലോഡ്. അപ്പോൾ ഷോർട്ടേജ് ആയിട്ടാണ് വന്നിരിക്കണമെങ്കിൽ എന്ത് ചെയ്തേനെ, റോയൽറ്റി അക്കൗണ്ട് ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ടു ലാൻഡ് ലോഡ് എന്നിട്ടേനെ. ഇവിടെ എക്സസ് ആയതുകൊണ്ട് റോയൽറ്റി അക്കൗണ്ട് ടു ലാൻഡ് ലോഡ്. പിന്നെ എന്ത് ചെയ്യണം, ലാൻഡ് ലോഡ് അക്കൗണ്ട് ടു ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട്, ലാൻഡ് ലോഡ് അക്കൗണ്ട് ടു ബാങ്ക് ടു ഇൻകം ടാക്സ് പേയബിൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ഷോർട്ട് വർക്കിംഗ്, മാനുഫാക്ചറിങ് ആൻഡ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു റോയൽറ്റി. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ടു ബി നോട്ടഡ് എന്താണ്, വെൻ ദ റോയൽറ്റി എഗ്രിമെൻറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എ ക്ലോസ് ഫോർ മിനിമം റെൻറ്റ്, ദ ക്വസ്റ്റ്യൻ ഓഫ് ഷോർട്ട് വർക്കിംഗ് ആൻഡ് ഇറ്റ് recoupment does not arise. Landlord is always entitled to get either the minimum rent or actual royalty, whichever is higher, subject to any adjustment for short working recouped. ഓക്കെ, ഇന്ന് ഈ ഒരു തിയറി മാത്രമേ എടുക്കുന്നുള്ളൂ. പ്രോബ്ലം നമുക്ക് നാളെ തുടങ്ങി ചെയ്യാം. അപ്പോൾ ഈ ഒരു ടേംസ് മാത്രം ഒന്ന്
നന്നായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ ഇനിയുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ ഈസി ആവുള്ളൂ. അല്ലെങ്കിൽ നോക്കൂ, ഓരോ പ്രോബ്ലത്തിൻ്റെ ഇതിൽ നോക്കൂ, എന്താണ് ആക്ച്വൽ റോയൽറ്റി, മിനിമം റെൻറ്റ്, എക്സസ് ഓഫ് ഷോർട്ട് വർക്കിംഗ്, ഒക്കേർഡ്, റീകൂപ്ഡ്, റിട്ടേൺ ഓഫ്, റൈറ്റ് ഓഫ്, ക്യാരി ഫോർവേഡ് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും, ഒരു ബുദ്ധിമുട്ട് വരും. എന്താണാവോ ആ ടേം എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷനാവും. അതുകൊണ്ട് ഈ തിയറി പോർഷൻ ഒന്ന് ശരിക്കും പഠിച്ചിട്ട് മാത്രം, ഒന്ന് ശരിക്കും കേട്ടിട്ട് മാത്രമേ ഇതിൽ പ്രോബ്ലത്തിലോട്ട് വരാൻ പാടുള്ളൂ. അത് പ്രോബ്ലം നമുക്ക് നാളെ നോക്കാം. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇപ്പോൾ തനിയെ വീട്ടിലിരുന്ന് പഠിക്കണ ഒത്തിരി പേരുണ്ടാവും, അവരിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വരുത്തണമെന്നുണ്ടെങ്കിൽ, ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്